ഇത് രാധാകൃഷ്ണന് പകരം വന്ന ഒരു മന്ത്രിയുടെ മണ്ഡലമല്ലേ? ദളിതുകളെ, ആദിവാസികളുടെ, അവരുടെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട ഒരു പ്രദേശമല്ലേ? എന്നാൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഈ 8 കൊല്ലക്കാലത്തിനിടക്ക് വയനാട്ടിലെ ആദിവാസി സ്കൂളുകളിലെ കുട്ടികളുടെ ഡ്രോപ്പ് ഹൗസ് 70%. കുട്ടികൾ കൊടിഞ്ഞു പോവുകയാണ്. ആദിവാസി കുട്ടികൾ 1ഉം 10ഉം അല്ല, 70%. 5ഉം 6ഉം കുട്ടികൾ മാത്രമുള്ള ക്ലാസ് മുറികൾ, ദളിത് ക്ലാസ് മുറികൾ, ആദിവാസികൾ ക്ലാസ് മുറികളിൽ ഉണ്ട്. എങ്ങനെയാണ് ഇവർ കുടിയൊഴിഞ്ഞു പോകുന്നത്? ഇവിടെ ഒരു പ്രശ്നം കൂടെ ഞാൻ പറയട്ടെ. നിങ്ങൾ, ബഹുമാനപ്പെട്ട മന്ത്രിയോടുകൂടെ പറയട്ടെ, നിങ്ങൾ ചെയ്യുന്നത് അപകടകരമായ ഒരു പ്രവണതയാണ്. അപകടകരമായ പ്രവണത എന്താണെന്നറിയുമോ? നിങ്ങൾ ഈ ദളിത് സമൂഹത്തെ അനാവശ്യമായ രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പണി നിങ്ങൾക്കുണ്ട്. നിങ്ങൾ ഓർത്തു നോക്കൂ, ഇവിടുത്തെ മുസ്ലിങ്ങൾ എങ്ങനെയാണ് ഈ സംഘാടന രീതിയിലേക്ക് വന്നത്? പള്ളികൾ, സ്കൂളുകൾ, മദ്രസകൾ, പുരോഗതികൾ, നാട്ടിന്റെ മുഖ്യധാരയിൽ അവരെങ്ങനെയാണ് എത്തിയത്? നവോത്ഥാന സംരംഭങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഒരു വക്കം അബ്ദുൽ ഖാദർ മൗലവി ഉണ്ടായിരുന്നു, സീതി സാഹിബ് ഉണ്ടായിരുന്നു, ബാഫക്കി തങ്ങൾ ഉണ്ടായിരുന്നു. നായർ സമൂഹം മുഖ്യധാരയിൽ എത്തിയത് മന്നത്തു പത്മനാഭന്റെ പരിശ്രമ ഫലമാണ്. ഈഴവ സമുദായം മുഖ്യധാരയിലെത്തിയത് ശ്രീനാരായണ ഗുരുദേവന്റെ ഏറ്റവും മഹോന്നതമായ പ്രവർത്തനങ്ങൾ കൊണ്ടാണ്. എന്നാൽ ക്രിസ്ത്യാനികൾ നേരത്തെ തന്നെ വെൽ ഓർഗനൈസ്ഡ് ആണ്. അവര് നേരത്തെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, സ്കൂളുണ്ട്, ആശുപത്രിയുണ്ട്, കോളേജുണ്ട്, സൗകര്യങ്ങളുണ്ട്. എന്നാൽ ഇവിടുത്തെ ദളിതുകളെ നിങ്ങൾ പഠിക്കണം. ഞാൻ ഓരോ ലീഗുകാരനോടും പറയുന്നു, നിങ്ങളും ഒരു ഉത്തരവാദിത്തമായി ഏറ്റെടുക്കണം. ഈ കോളനികൾ സൂക്ഷിക്കണം. ഞാൻ പലപ്പോഴും ഒരു വയനാട്ടുകാരൻ എന്ന നിലക്ക് പലരുമായി സംവദിക്കാറുണ്ട്. ഇടതുപക്ഷക്കാർ പറയുന്ന ഒരു കാര്യം എന്താ? നിങ്ങള് കോളനികളായി തനിമയോടെ നിൽക്കണം. ആദിവാസികൾ അവർ ജീവിച്ചു വരുന്ന ചുറ്റുപാടിൽ നിന്ന് പറിച്ചു നട്ടാൽ അവര് വേറെന്തോ ആയിപ്പോകും. അതുകൊണ്ട് എൻ ഊര്, മുഖ്യമന്ത്രിയുടെ മരുമോന്റെ ടൂറിസം പരിപാടിയാണ് എൻ ഊര്. എന്നിട്ട് അവിടെ കുറെ ആദിവാസികളുടെ കലാപരിപാടികളൊക്കെ അവതരിപ്പിച്ച് ടൂറിസം ഉണ്ടാക്കുകയാണ്. എന്റെ സഖാവേ, ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് ഒരു ചോദ്യം. മലപ്പുറത്തെ മാപ്പിളയുടെ, മലബാറിലെ മാപ്പിളയുടെ ചിത്രം നിനക്ക് ഓർമ്മയുണ്ടോ? കറുത്ത കാച്ചി മുണ്ടൊടുത്ത മാപ്പിള പെണ്ണുങ്ങള്, കള്ളിമുണ്ട്, ഒരു നല്ല പച്ച ബെൽറ്റ്, അരയിൽ ഒരു പേനാക്കത്തി. ഇതല്ലേ മാപ്പിള? തനിമ നിലനിർത്താൻ ആ മാപ്പിളനെ നീ സമ്മതിച്ച? നീ പറഞ്ഞോ? അല്ല, നീ പറഞ്ഞ അവര് നിൽക്കുവോ? മാപ്പിള വളർന്നല്ലോ. എവിടെ പോയി കാച്ചിമുണ്ട്? എവിടെ പോയി ബെൽറ്റ്? പാരമ്പര്യം അതല്ലേ. ഇവിടുത്തെ ക്രിസ്ത്യാനിയുടെ വേഷം എന്താ അറിയോ? ചട്ടയും മുണ്ടുമാണ്. കണ്ടുക നിങ്ങള്, എന്താണ് മാർഗം കളി കണ്ടിട്ടില്ലേ? സ്കൂളില് മാർഗം കളിക്കുമ്പോ മാത്രം ഇവിടെ തിരികെ വെച്ച ഒരു ചട്ടയും മുണ്ടൊക്കെ ആയിട്ട് കുറച്ച് ആളുകൾ വേഷം കെട്ടി വരും. ഒരു ക്രിസ്ത്യാനിടത്തും ഒരു ക്രിസ്ത്യാനിയും അതുപോലെ നടക്കുന്നില്ല. അപ്പൊ ക്രിസ്ത്യാനിക്ക് പുരോഗതി ആവാ അല്ലേ? മുസ്ലിമിന് പുരോഗതി ആവാ. ആദിവാസി എപ്പോഴും ആദിവാസി. ഇതെന്ത് നീതിയാണോ? ഇതെന്ത് മര്യാദയാണ്? എന്തെന്നറിയുമോ? ഇവിടുത്തെ ഞാൻ ചോദിക്കട്ടെ, ഈ വെള്ളമുണ്ട പഞ്ചായത്തിലെ ആദിവാസി കോളനികളിൽ എത്ര പേർക്ക് പ്രവാസം അറിയാം? ഈ വെള്ളമുണ്ടയുടെ പുറത്ത്, ജില്ലയുടെ പുറത്ത്, ഈ നാട്ടിൽ ഈ മുസ്ലിം കമ്മ്യൂണിറ്റി എങ്ങനെയാ പുരോഗതിയിലേക്ക് വന്നത്? ക്രിസ്ത്യാനികൾ എങ്ങനെയാ വന്നത്? ഈഴവൻ എങ്ങനെയാ വന്നത്? നായന്മാർ എങ്ങനെയാ വന്നത്? അവരൊക്കെ പ്രവാസം പോലും പരിശോധിച്ചവരാണ്, വിദേശത്ത് പോയവരാണ്. എനിക്ക് പലപ്പോഴും സങ്കടമുണ്ടാക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരു അങ്ങാടിയിലേക്ക് ഒരു ദളിത് പെണ്ണ്, ഒരു പണിയറ വിഭാഗത്തിൽപ്പെട്ട ഒരു സ്ത്രീയാണ് എന്ന് നിങ്ങൾ വിചാരിക്കുക. അവർ നല്ല ഒരു സാരി എടുത്തു വന്നാൽ അവിടുത്തെ മേൽജാതിക്കാര് മാത്രമല്ല, എല്ലാവരും, മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും ഒരു പൊതുസമൂഹം അവരെ ഒരു അതിശയത്തിൽ നോക്കുക. ഞാൻ ഓരോ ലീഗുകാരനോടും പറയുന്നു, അപകടമാണ്, ചെയ്യരുത്. ഇവിടുത്തെ സവർണ ബോധമുണ്ടല്ലോ, ദളിതുകളെ ദളിതുകളാക്കി നിർത്താൻ, അവരെ കീഴാളരാക്കി നിർത്താൻ, അവരെ പണിക്കാരായി നിർത്താൻ, അവരെ വോട്ട് യന്ത്രമാക്കി നിർത്താൻ EMS മുതൽ തുടങ്ങിയിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന്റെ ഒരു സവർണ മേധാവിത്വമുണ്ട്, ആ വികാരമുണ്ട്. ആ വികാരം ഇവിടുത്തെ ഹിന്ദു സമൂഹത്തിൽ മാത്രമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല, ഇവിടുത്തെ എല്ലാ ജാതിമത സമൂഹങ്ങളിലുമുണ്ട്.